ഹായ്, കേരളത്തിൽ ബിടെക് പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമ്പസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൽക്കം ടു ക്യാമ്പസ് റേസ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിടെക് സൈബർ സെക്യൂരിറ്റി, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഫുഡ് ടെക്നോളജി, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് സ്ട്രീമുകൾ ഈ കോളേജിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞത് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് സ്ട്രീമുകൾ ഈ കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോളേജ് ഏതാണെന്നല്ലേ? എറണാകുളം മൂവാറ്റുപുഴയിലുള്ള ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം ഈ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ക്യാമ്പസ് വിസിറ്റ് ചെയ്തത് പറഞ്ഞു കേട്ടാണ്. ഭയങ്കര പ്ലേസ്മെന്റ് ഉള്ള കോളേജാണ്, കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പാർക്കുള്ള കോളേജാണെന്നൊക്കെ പറഞ്ഞു കേട്ടാണ് ഞാൻ ആദ്യം ക്യാമ്പസിൽ ചെന്നത്. ക്യാമ്പസിൽ ചെന്നപ്പോൾ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് ആണെങ്കിലും അവിടുത്തെ പ്ലേസ്മെന്റ് ഹിസ്റ്ററി ഒക്കെ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൽ സാറും ചെയർമാൻ സാറിനോടൊക്കെ സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പൽ നവാസ് സാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഒന്നുമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, പ്ലേസ്മെന്റ് അഷ്വറൻസ് ആണെന്നുള്ളത്. ഈ വർഷം പ്രത്യേകിച്ചും നമ്മൾ എടുക്കുന്ന അഡ്മിഷൻ പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. സാധാരണ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് എല്ലാ കോളേജും പറയുന്നത്. പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. ഇത് അന്ന് കേട്ടപ്പോൾ ഞാനും ഇത് 100% വിശ്വസിച്ചില്ല. പ്ലേസ്മെന്റ് കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി, കാരണം പ്രീവിയസ് ഇയറിലെ പ്ലേസ്മെന്റ് ഹിസ്റ്ററി ഒക്കെ അസാധ്യമായിരുന്നു. പക്ഷേ റീസെന്റ് ഞാൻ വീണ്ടും ആ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്തു, അവരുടെ പ്ലേസ്മെന്റ് ഡേക്ക്. അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം 100% പ്ലേസ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ 100% പ്ലേസ്മെന്റ് കൊടുത്തന്നേ. പല എഞ്ചിനീയറിംഗ് സ്ട്രീമിലും മുഴുവൻ സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയേക്കോ. ഇത് സ്റ്റുഡൻസ് തന്നെ പറഞ്ഞേ. ഞാൻ അന്ന് അവിടെ ചെന്നപ്പം ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടി. അത് ഒരു കമ്പനിയിലൊന്നുമല്ല, 2, 3, 4 കമ്പനിയിലൊക്കെ പ്ലേസ്ഡ് ആയേക്കും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ ഓവറോൾ പ്ലേസ്മെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? 100% മൊത്തം കുട്ടികളും പ്ലേസ്ഡ്. നമ്മുടെ ഇവിടെ അതർ സ്ട്രീംസിനെ വെച്ച് നോക്കുമ്പോൾ ഈസിയിൽ മാത്രമാണോ ഒരു ക്ലാസ്സിൽ നിന്ന് മൊത്തം സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയത്? ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സിനും 100% പ്ലേസ്മെന്റ് ഉണ്ട്. CS-നും AI-ക്കും ഒക്കെ 70% പ്ലേസ്മെന്റ്. ഇന്നും ഇവിടെ പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് അല്ലേ? ഒരാഴ്ച മിനിമം 3 പ്ലേസ്മെന്റ് ഡ്രൈവ് എങ്കിലും ക്യാമ്പസിനുള്ളിൽ നടക്കുന്നുണ്ട്. ഇതും അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞാൽ. പഠിക്കാൻ അവിടെ ജോയിൻ ചെയ്താൽ ജോലി കിട്ടിയേ പുറത്തിറങ്ങത്തുള്ളൂ. അതിൽ 100% ഗ്യാരണ്ടി ഉണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ആദ്യം ക്യാമ്പസ് ടൂർ നടത്തിയ വീഡിയോയും രണ്ടാമത് ക്യാമ്പസിലെ പ്ലേസ്മെന്റ് ഡേയിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് കയറി കാണുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ ക്ലിയർ ആവും. പ്ലേസ്മെന്റ് മാത്രമല്ല കേട്ടോ, കോളേജിന്റെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ഉള്ള ഒരു കോളേജാണ്. മാത്രമല്ല ഒരുപാട് ഫെസിലിറ്റീസും ഉണ്ട് അവിടെ. ലാബ് ആണെങ്കിലും എല്ലാം നല്ല ഫെസിലിറ്റീസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോളേജിന്റെ ഉള്ളിൽ തന്നെ ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു രാജ്യാന്തര കമ്പനിയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ബിടെക്കിൽ പല ബ്രാഞ്ചിലും 3rd ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അവരൊക്കെ സ്റ്റൈഫൻഡോട് കൂടിയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടി പുറത്ത് വരുമെന്നുള്ളതിൽ 100% ഞാൻ ഗ്യാരണ്ടി തരുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ആണ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇവിടെ ഇപ്പൊ ബിടെക് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കോളേജിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇലാഹിയയുടെ അഡ്മിഷൻ സെല്ലിലെ ഒഫീഷ്യൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ലിമിറ്റഡ് സീറ്റ് ഈ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.